എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് ഞാൻ ഒരു ചെടിയെ പരിചയപ്പെടുത്തുകയാണ്. പണ്ട് കാലം മുതൽ നമ്മുടെ പ്രകൃതിയിൽ ധാരാളം കണ്ടുകൊണ്ടിരുന്നതാണ്. പലർക്കും ഇതിൻ്റെ കൃത്യതയോടുകൂടിയുള്ള ഉപയോഗത്തെക്കുറിച്ച് അറിയത്തില്ല. നമ്മുടെ വായിലൊക്കെ പുണ്ണുണ്ടാകും, അല്ലെങ്കിൽ പുണ്ണെന്ന് പറയുമ്പോൾ മൗത്ത് അൾസർ. വയറിനകത്ത് ദഹന പ്രക്രിയ ശരിയല്ലാതെ വരുമ്പോഴാണ് നമുക്ക് കുടൽപുണ്ണ് അല്ലെങ്കിൽ അൾസർ ഒക്കെ ആരംഭിക്കുന്നത്. അത് വയറിനകത്തുള്ള അസ്വസ്ഥതകൾ വിളിച്ചറിയിക്കുന്നത്, തിരിച്ചറിയുന്നത് നമ്മുടെ വായിലൂടെയാണ്. നാവിൻ്റെ അരികിലും അല്ലെങ്കിൽ കവിളിലും ഒക്കെ ചെറിയ ചെറിയ കുരുക്കൾ വരും. വായ്പുണ്ണെന്ന് പറയും മലയാളത്തിൽ, ഇംഗ്ലീഷിൽ മൗത്ത് അൾസർ എന്നും പറയും. അത് നമ്മളിപ്പോൾ അലോപ്പതി ഒരു ഡോക്ടറെ കണ്ടാൽ ആ ഡോക്ടർ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എഴുതി തരും. അത് ഒരു 2 തരി കുറച്ച് വെള്ളത്തിലിട്ട് കവിൾ കൊണ്ട് പിടിച്ചാൽ, കവിൾ കൊണ്ട് പിടിക്കുമ്പോൾ പിടിച്ച് തുപ്പിക്കളഞ്ഞാൽ ഈ വായ്പുണ്ണുകളൊക്കെ ശമിക്കും. നമ്മുടെ വായ വയലറ്റ് കളറാവും. അതിന് മണിത്തക്കാളി എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. മണിത്തക്കാളി ഇതുപോലെ ഇരിക്കും, വയലറ്റ് കളറായിരിക്കും, ചെറിയ പഴങ്ങളായിരിക്കും. ഞാൻ ഇതിനകത്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇലയുടെയും ചെടിയുടെയും അതിൻ്റെ ആ പഴത്തിൻ്റെയും ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ വീടുകളിൽ ഒരു തൈയെങ്കിലും വെച്ച് പിടിപ്പിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അത് ഈ വായ്പുണ്ണിനെ അകറ്റാനായിട്ട് വളരെ ഫലപ്രദമായ ഒന്നാണ്. ഒരു ആൻറ്റി ഓക്സിഡൻ്റ് കൂടിയാണ്. ക്യാൻസറിനെ പോലും പ്രതിരോധിക്കാനുള്ള കഴിവ് ഈ മണിത്തക്കാളിക്കുണ്ട്. ഇപ്പം നമ്മൾ ഓർക്കണം, നല്ല കറുത്ത അല്ലെങ്കിൽ ഒരു വയലറ്റ് കളറിൻ്റെ കറുപ്പ് ചേർന്ന പഴങ്ങളാണ്. ആ പഴങ്ങൾ വായിലിട്ട് കടിച്ച് തിന്നാൽ, ചവച്ച് തിന്നാൽ വായും വയലറ്റ് കളറാവും. ആ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വായിൽ കൊള്ളുന്ന അതേ അനുഭവം തന്നെയാണ് ഇതിനും ഉണ്ടാവുക. അത് നമ്മൾ വച്ചു പിടിപ്പിക്കുകയും അത് കഴിക്കുകയും ഒക്കെ ചെയ്യണം. കുടൽപുണ്ണിനെ അകറ്റാനായിട്ട്, വായ്പുണ്ണിനെ അകറ്റാനായിട്ട് വളരെ നല്ല ഒരു പഴമാണ് ഈ മണിത്തക്കാളി എന്ന് പറയുന്നത്. പല നാടുകളിലും പല പേരുകളിൽ അറിയപ്പെടും. പക്ഷെ എന്നാലും ഞാൻ ചെടിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ പഴവും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു മനസ്സിലാക്കണം. അത് നിർബന്ധമായിട്ടും വീടുകളിൽ വയ്ക്കണം. ഇനി നിങ്ങൾക്ക് ഈ പഴവും ചെടിയും എവിടെ കിട്ടും എന്ന ഒരു പ്രയാസം ഉണ്ടാവുകയാണെങ്കിൽ അറിയിക്കാം. ഞങ്ങളിവിടെ തയ്യാക്കി അത് കൊറിയർ അയച്ചു തരേണ്ട സംവിധാനം എടുക്കാം. അതിൻ്റെ കൊറിയർ ചാർജ് മാത്രം കൊടുത്താൽ മതി. ആ ഒരു രീതിയിലൊക്കെ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയും. അപ്പം നമ്മുടെ മക്കളെ സ്നേഹിക്കുമ്പോൾ തന്നെ ഇതുപോലുള്ള പല ചെടികളെയും പരിചയപ്പെടുകയും ആ ചെടികൾ എന്താവശ്യത്തിനുള്ളതാണെന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് കഴിക്കാൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പല രോഗങ്ങൾക്കും ശമനമുണ്ടാക്കുന്ന ചില പ്രധാനപ്പെട്ട ചെടിയെക്കുറിച്ച് ഇനി ഈ വരും ദിവസങ്ങളിൽ ഞാൻ തരാം. അതിൽ ഒന്നാമത്തെ ചെടിയാണ് ഇപ്പോൾ ഈ പറഞ്ഞ മണിത്തക്കാളി. എല്ലാവരും ഇത് വെച്ചുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. എല്ലാവരും ഇത് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ആ അറിവ് നമുക്ക് മറ്റുള്ളവരിലേക്ക് കൊടുക്കാം. നന്ദി, നമസ്കാരം.